ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. നമ്മുടെ നാട്ടിലൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളിൽ, അതായത് മിഹ്റാജിൻ്റെ അന്ന്, ബറാത്ത്, തലോമ്പ്, പെരുന്നാളിൻ്റെ തലേ ദിവസം, അങ്ങനെ സ്പെഷ്യൽ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പായസമുണ്ട്. ഇതിൻ്റെ പേര് കറിപ്പായസം എന്നാണ് കേട്ടോ. ഈ പായസത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മൾ അരിപ്പൊടി കുഴച്ചിട്ട് ഇതുപോലെ പിടി ഉരുട്ടുക എന്നിട്ട് അതിന് പറയുക. ഇതുപോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് വെക്കുക, അതാണ് പിടി ഉരുട്ടുക എന്ന് പറഞ്ഞാൽ. എൻ്റെ നാട്ടിലൊക്കെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാട്ടാ. അവിടെ ഒരു ജീരക മുട്ടായിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടുക, ഇവിടെ ഈ ഒരു ഷേപ്പിലാണ്. പത്തിരിപ്പൊടിയാണെങ്കിൽ അത് പതക്കുന്ന വെള്ളത്തിൽ കുഴച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയാൽ മതി. ഇത് സാധാ പുഴുങ്ങലരിൻ്റെ പൊടിയാണ്. അത് നമ്മൾ ഇളം ചൂട് വെള്ളത്തിൽ കുഴച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ പിടിയാക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ പിടിയുള്ളത്. നമ്മൾ ഒരു 4 ഇലയിലാണ് പിടി ഉരുട്ടിയത്. ഈ ഒരു പായസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ഉരുട്ടിയ പിടി ആവിയിലാണ് കേട്ടോ വേവിക്കുന്നത്. ആവിയിൽ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്താണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. ഇത് തേങ്ങാപ്പാലിൽ വേവിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. രണ്ടാം പാലിൽ അങ്ങനെ തിളച്ച് വരുമ്പോൾ പാലിലേക്ക് ഈ പിടി ഇട്ട് കൊടുത്ത് വേവിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. നമ്മളിത് മൂടിമേൽ വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ കലങ്ങിപ്പോകുന്ന വിഷയമൊന്നും വരില്ല, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ 4 ഇലയും ഒരുമിച്ച് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പൊടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 1/4 മണിക്കൂർ മതി ഇത് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പായസം ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ പരിപാടി ഈ പിടി ഉരുട്ടലാട്ടാ. അതാണ് കുറച്ചൊരു ടാസ്ക്. ഇനി ഇതിന് വേണ്ട ഒരു സാധനമാണ് പരിപ്പ്. ഇത് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് ഇതുപോലെ പുതിർത്തി വെച്ചാൽ പെട്ടെന്ന് ഒരു വിസിലിന് വെന്ത് കിട്ടും. പുതിർത്താതെയാണെങ്കിൽ ഒരു 3 വിസിൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു വിസിൽ വരുത്തിക്കുന്നത്, ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പിടി വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പരസ്പരം ഒട്ടുമൊന്നും ചെയ്തിട്ടില്ല, വേറിട്ട് നിൽക്കുന്നുണ്ട്. പിടി വെന്ത് കിട്ടുകയും ചെയ്തിട്ട്. ഇനി നമുക്ക് കറിപ്പായസം ഉണ്ടാക്കൽ തുടങ്ങാം. ഫസ്റ്റ് തന്നെ വെള്ളം മീൻസ് ശർക്കര ഉരുക്കാൻ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശർക്കര പാനിയാക്കുന്നത് കുറച്ചധികം വെള്ളത്തിൽ ആക്കിയാൽ മതി. പായസത്തിന് എന്തായാലും വെള്ളം വേണം. അപ്പോൾ ഒരു 500 ഗ്രാം അളവിൽ ശർക്കരയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് ശർക്കര പാനിയായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ തേങ്ങയുടെ 2/2 പാൽ, 1.5 തേങ്ങയുടെ 2/2 പാലാണ് കേട്ടോ ഞങ്ങളെടുത്തത്. അപ്പോൾ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാം. 2/2 പാൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ശർക്കര പാനി ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കുകയും ചെയ്തിട്ട്. നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ മതി പരിപ്പ് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് വെന്ത് കലങ്ങിപ്പോരുത് കേട്ടോ, നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. ആ ഒരു രീതിക്കാണ് കേട്ടോ പരിപ്പ് വേവേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ തിളച്ച് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ നല്ലോണം തിളച്ച് വരുമ്പോൾ കേട്ടോ നമ്മൾ പിടിയിട്ട് കൊടുക്കാവും. അപ്പോൾ പിടി നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ആവിയിൽ വേവിക്കാതെ ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പം പിടിയിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ അങ്ങനെയും വേവിക്കാം കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ അതും സിമ്പിൾ തന്നെയാണ്, പെട്ടെന്ന് കഴിയും. ഇതാകുമ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സാക്കിയാൽ മതി. പിടി ചേർത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ പരിപ്പ് വേവിച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നേന്ത്രപ്പഴം കേട്ടോ ഇതിന് വേണ്ടത്. ഒരു മീഡിയം പഴുപ്പുള്ള നേന്ത്രപ്പഴം 2 പഴമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് ഇതുപോലെ ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ പായസം നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാക്കില്ല, ഇടയ്ക്ക് ഒരു വർഷത്തിലൊരു 3-4 തവണ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പായസം പരിപ്പും പിടിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളച്ചാലാട്ടോ നമ്മൾ ശർക്കര പാനി ഒഴിക്കാവും. അപ്പോൾ നമ്മുടെ ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ശർക്കര പാനി ഒഴിച്ച് ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇൻ കേസ് നിങ്ങളെ പായസം കുറച്ച് ടൈറ്റല്ല ലൂസാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇത് പിടി ഉരുട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ മാവില്ലേ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചെടുത്താൽ പായസം നല്ല ടൈറ്റായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്യൂബ്സാക്കി മുറിച്ചിട്ട് വെച്ചാൽ പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പായസത്തിന് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഒന്നും ചേർക്കൂല കേട്ടോ. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്ക പൊടിച്ചതും നല്ല ജീരകം ചെറുതായിട്ടൊന്ന് പൊടിച്ചതുമാണ്. അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ അത് രണ്ടും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത് തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ. ഇതൊക്കെ നല്ലോണം തിളച്ച് വന്നാലട്ടാ 1/4 പാൽ ചേർത്ത് കൊടുക്കാവും. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നല്ലോണം തിളച്ച് വരുമ്പോൾ തേങ്ങയുടെ 1/4 പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായാൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പായസത്തിന് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ടാണ്. കുറച്ച് ഇത് പിടിയുരുട്ടേണ്ട ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. പിടിയുരുട്ടി വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടേസ്റ്റ് പിന്നെ പറയണ്ട, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.